അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ വൽയക്തുബ് ബൈനക്കും കാത്തിബുൻ ബിൽ അദ്ൽ വലാ യഅബ കാത്തിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്. സ്വദഖല്ലാഹുൽ അലിയുൽ അളീം. സൂറ അൽ ബഖറയിലെ ഈ ആയത്ത് 252 ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. ഇതിനെ ആയത്തുദ്ദൈൻ എന്ന് പറയും. ഇതുവരെ നമ്മൾ പറഞ്ഞത് പലിശയെക്കുറിച്ചാണ്. പലിശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കടപ്പലിശ. അള്ളാഹു അതിനെ നിരോധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗത്തിൽ മോമിനുകളുടെ മുഴുവനും പലിശ എഴുതി തള്ളിയതായിട്ട് പ്രഖ്യാപിച്ചു. അള്ളാഹു പറഞ്ഞു, വൈൻകാന ദു ഉസ്റത്തിൻ ഫനളിറത്തുൻ ഇലാ മൈസറ. കടം കൊടുക്കുന്ന ആൾ, കടം വാങ്ങിയ ആൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവർക്കൊരു എളുപ്പം കിട്ടുന്നത് വരെ അവധി കൊടുക്കണം. അങ്ങനെ കടക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു. അത്യാവശ്യക്കാർക്ക് കടം നൽകണം. മാത്രമല്ല, അവധി നീട്ടിക്കൊടുക്കുന്നതിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഖിയാറക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, അഹ്സനക്കും ഖലാ, ഏറ്റവും നല്ല രീതിയിൽ കടം തിരിച്ചു വീട്ടുന്നവരാണ്. തിരിച്ചു വീട്ടുമ്പോൾ അധികം നൽകുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്വമേധയാ അങ്ങനെ നൽകാം. പക്ഷേ കടം കൊടുക്കുമ്പോൾ തിരിച്ചു നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു കഴിഞ്ഞാൽ അത് റിബയാണ്. എന്ത് മൻഫഅത്ത്, എന്ത് ബെനിഫിറ്റ് കണ്ടീഷനാക്കി വെച്ചാലും കുല്ലു ഖർദിൻ ജറ മൻഫഅ ഫഹുവ റിബ. എന്ത് ബെനിഫിറ്റ് കടം കൊടുക്കുന്ന ആൾ ഒരു കണ്ടീഷനായിട്ട് വെച്ചാലും അത് റിബയാണ്. അങ്ങനെ കണ്ടീഷനായിട്ടൊന്നും വെക്കാതെ കടം വാങ്ങിയ ആൾ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് റസൂല് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവരാണവർ. ഈ ആയത്തിൽ പറയുന്നത്, ആയത്തുദ്ദൈനിൽ പറയുന്നത് കടമിടപാടിനെക്കുറിച്ചാണ്. കടമിടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള കടം മാത്രമല്ല, കച്ചവടവും അതിൻ്റെ പരിധിയിൽ വരും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങളൊരു ദൈന് കടം നൽകുകയാണെങ്കിൽ, ദൈനെന്ന് പറഞ്ഞാൽ തന്നെ കടമാണ്. തദായൻതും എന്ന് പറഞ്ഞാൽ കടം നൽകുകയാണ് എന്നാണ് അർത്ഥം. പിന്നെ വീണ്ടും ബിദൈനിൻ എന്ന് എംഫസൈസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടു അല്ലെങ്കിൽ 2 കൈ കൊണ്ടും പിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഈ ആയത്തിൽ പറയുന്ന ദൈന് അത് ഖർള് മാത്രമല്ല, കടം മാത്രമല്ല. സാധാരണ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുന്ന കടം മാത്രമല്ല. കടമെന്ന് പറയുന്നത് അൽ ഇഖ്റാലു തംലീകു ഷൈഇൻ അലാ അൻ യറുദ്ദ മിസ്ല. ഒരാൾക്ക് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവോ കൊടുക്കുക, അതുപോലത്തത് തിരിച്ചു നൽകണം എന്ന കണ്ടീഷനോടുകൂടി, അതാണ് കടം. അങ്ങനെ കൊടുക്കുമ്പോൾ നൽകപ്പെടുന്ന ആൾക്ക്, ലഭിക്കുന്ന ആൾക്ക് അത് ഉടമപ്പെടുത്തി കൊടുക്കുകയാണ്, കൊടുക്കുന്ന ആൾ ഉടമപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കിട്ടിയ ആൾക്ക് അതെന്തും ചെയ്യാം, ഉപയോഗിക്കാം, വിൽക്കാം, എന്തും ചെയ്യാം. പണമാണ് കൊടുത്തതെങ്കിൽ പണം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. ഇനി വല്ല വസ്തുവാണ് കൊടുത്തതെങ്കിൽ അത് ഉപയോഗിക്കാം. പൂർണ്ണമായിട്ട് ഉടമസ്ഥതയോടുകൂടെ നൽകുന്നതിനെയാണ് ഖർള് അഥവാ കടമെന്ന് പറയുക. ഖർളിൻ്റെ വ്യവസ്ഥ അതുപോലത്തെ ഒന്ന് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. കിട്ടിയതുപോലെ പണമാണെങ്കിൽ തുല്യമായ പണം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവാണെങ്കിൽ അതുപോലത്തെ വസ്തു തിരിച്ചു കൊടുക്കണം. അതാണ് ഖർള്. ഖർള് പോലെയുള്ള മറ്റൊന്നാണ് ആരിയ, വായ്പ എന്ന് പറയും, ഉപയോഗിക്കാൻ കൊടുക്കുക. ഇപ്പം നമ്മൾ പേന ഉപയോഗിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം ഉപയോഗിക്കാൻ കൊടുക്കുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും എന്ന കണ്ടീഷനോട് കൂടെയാണ്. അതിന് മറ്റൊരു പദമാണ്, ആരിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇതല്ലാത്ത മറ്റൊന്ന് ഇതിന് ശേഷമുള്ള ആയത്തിൽ പരാമർശിക്കുന്ന റഹിനാണ്, പണയമാണ്. ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ആൾക്ക് ഏൽപ്പിക്കുക, കൊടുക്കുന്ന ആളെ ഏൽപ്പിക്കുക, അതാണ് റഹിന്. ഈ ആയത്തിൽ പറയുന്നത് മറ്റൊന്നാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. വകാന ഇബ്നു അബ്ബാസ് യഖൂലു നസലത്ത് ഹാദിഹിൽ ആയ ഫി സലമി ഖാസ. സലം എന്ന് പറയുന്ന കച്ചവടത്തെക്കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. സലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പണം കൊടുക്കുക, ഇന്ന ക്വാളിറ്റിയുള്ള വസ്തു കിട്ടണം എന്ന നിബന്ധനയോടുകൂടെ പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക, ഫോർവേഡ് സെയിൽ, അതിനെയാണ് സലമെന്ന് പറയുക. അതിനെക്കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു.
യഥാർത്ഥത്തിൽ ദൈനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ സാധാരണ രീതിയിലുള്ള കർള് കടമുണ്ട്, അതുപോലെ പണയം വരുന്നുണ്ട്, വായ്പ വരുന്നുണ്ട്, അവധി കച്ചവടവും വരുന്നുണ്ട്. അതൊക്കെ ദൈനിൽപ്പെടുന്നതാണ്. കർളും ദൈനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കർളെന്ന് പറഞ്ഞാൽ കടമാണ്, ദൈനെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ജനറലായിട്ടുള്ള ഒരു പദമാണ്. എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും, ക്രെഡിറ്റ് പർച്ചേസ് ആകാം, സെയിലാകാം, അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദൈൻ. അതിൻ്റെ കാര്യത്തിലാണ് അള്ളാഹു ഒരു നിയമം പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം മദീനയിൽ അന്ന് നടന്നിരുന്ന സലമിനെക്കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സലമെന്ന് പറഞ്ഞ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന വഹും യസ്തലിഫൂന ഫി തിമാരി സനതൈനി വസലാത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ലഫ ഫി തംറിൻ ഫൽ യുസ്ലിഫ് ഫി കൈലിൻ മഅലൂമിൻ വ വസ്നിൻ മഅലൂമിൻ ഇലാ അജലിൻ മഅലൂമിൻ. റവാഹു ഇബ്നു അബ്ബാസ് അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം വ ഗൈറുഹുമ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യം പറയാണ്. അവിടെ പ്രാക്ടീസിലുണ്ടായിരുന്ന ഒരു രീതിയാണ്, ഈത്തപ്പഴം പാകമാകുന്നതിന് മുമ്പ് തന്നെ കർഷകർ വിൽക്കും. എന്നിട്ട് വാങ്ങുന്ന ആളുകൾ പണം കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കും. 1-2 വർഷത്തിന് ശേഷം പാകമായ ഈത്തപ്പഴം തിരിച്ചു കൊടുക്കുമെന്ന ഷർത്തോടുകൂടെ, കണ്ടീഷനോടുകൂടെയാണ് പണം വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. കാരണം അഡ്വാൻസ് ആയിട്ട് അവർക്ക് പണം കിട്ടും. വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം കിട്ടുക എന്നത് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയുമാണ്. ഈ കച്ചവടത്തിനെയാണ് സലമെന്ന് പറയുന്നത്, അവധി കച്ചവടം. ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവധി നിർണ്ണയിക്കണം, അതുപോലെ പണം കൃത്യമായിട്ട് നിർണ്ണയിക്കണം, എത്ര ക്വാണ്ടിറ്റിയാണ് സാധനം എന്നതും നിർണ്ണയിക്കണം. ഇതൊക്കെ നിർണ്ണയിച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് ഈത്തപ്പഴത്തിൻ്റെ മാത്രം വിഷയത്തിലല്ല. പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ കാര്യത്തിലും നമുക്ക് ഇന്ന ക്വാളിറ്റിയുള്ള ഒരു സാധനം കിട്ടണം എന്ന നിബന്ധനയോടുകൂടെ അഡ്വാൻസ് ആയിട്ട് പണം നൽകാം. അത് എത്രയാണ് കിട്ടേണ്ടത്, എത്ര കാലത്തിന് ശേഷമാണ് എന്നതൊക്കെ നിർണിതമായിരിക്കണം. അതുപോലെ കൊടുക്കുന്ന പണവും നിർണിതമായിരിക്കണം. അതിലൊന്നും അനിശ്ചിതത്വം, ഒരു റിസ്ക് വരാൻ പാടില്ല. ഖററ് ഒഴിവാക്കുക അഥവാ അനിശ്ചിതത്വം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇടപാടിൻ്റെ ഒരു പൊതു തത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചത്, ഖററ് ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ഒട്ടകത്തിൻ്റെ കുട്ടിയെ, ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ വിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല, അത് വിലക്കി. ഗർഭാവസ്ഥയിലുള്ള കുട്ടിയുടെ കണ്ടീഷൻ അറിയില്ല. അതുപോലെ അകിടിലുള്ള പാല് വിൽക്കാൻ പാടില്ല. ഇതൊക്കെ ഖററ് സംഭവിക്കുന്ന അനിശ്ചിതത്വമുള്ള ഇടപാടായതുകൊണ്ട് അതൊക്കെ വിലക്കി. പക്ഷേ സലമെന്ന് പറയുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയില്ല. അതിന് റസൂൽ ചില ഷർത്തുകൾ വെച്ചു. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബു, നിങ്ങളൊരവധിക്ക് വേണ്ടി കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം. ഈ ആയത്ത് സലമിൻ്റെ വിഷയത്തിലാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സലമിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന തുക, അതുപോലെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈത്തപ്പഴമോ ഗോതമ്പോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടത്. ചിലപ്പോൾ അറബികൾ 1, 2, 3 വർഷം വരെയൊക്കെ കാലാവധിക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടേണ്ടത്, എത്ര അളവാണ് കിട്ടേണ്ടത്, എത്ര കിലോ അല്ലെങ്കിൽ എത്ര ലിറ്റർ സാധനമാണ് കിട്ടേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. വൽ യക്തുബ് ബൈനക്കും കാത്തിബും ബിൽ അദിൽ, എഴുതുന്ന ആൾ അതിലോടുകൂടെ സത്യസന്ധമായിട്ട് അത് എഴുതട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ എഴുതുന്ന ആൾ, അത് 2 ഇടപാട് നടത്തുന്ന ആളുകളിൽ എഴുതാൻ അറിയുന്ന ഒരാൾക്ക് എഴുതാം. ഇനി 2 പേർക്കും അറിയില്ലെങ്കിൽ അവർ മൂന്നാമതൊരാളെ എഴുതാൻ വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടതാണ്. വലാ യഅ്ബ കാത്തിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാ, എഴുതുന്ന ആൾ അള്ളാഹു അവനെ പഠിപ്പിച്ചത് പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത്. അള്ളാഹു പഠിപ്പിച്ചത് പ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു എങ്ങനെയാണോ അവന് നീതിയും നന്മയും സത്യവും ഒക്കെ പഠിപ്പിച്ചത്, അതുപോലെ എഴുത്ത് പഠിപ്പിച്ചത്, അങ്ങനെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അവൻ എഴുതണം. അതിനവന് വിസമ്മതിക്കരുത്. വൽ യക്തുബ് വൽ യുംലിലില്ലദി അലൈഹിൽ ഹഖു, ആരുടെ മേലിലാണോ ബാധ്യതയുള്ളത് അവൻ പറഞ്ഞു കൊടുക്കട്ടെ. ഫൽ യക്തുബ്, എഴുതുന്നവൻ എഴുതട്ടെ. വൽ യുംലിലില്ലദി അലൈഹിൽ ഹഖു, ഹക്ക് ആരുടെ മേലെയാണോ അവൻ പറഞ്ഞു കൊടുക്കട്ടെ. വൽ യത്തഖില്ലാഹ റബ്ബഹു, അവൻ അവൻ്റെ റബ്ബിനെ സൂക്ഷിക്കട്ടെ. വലാ യബ്ഖസു മിന്നു ഷയ്യ, എഴുതുന്ന ആളെക്കുറിച്ചാണ് പറയുന്നത്. അവൻ അതിൽ നിന്ന് യാതൊന്നും കുറവ് വരുത്താൻ പാടില്ല. എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ എഴുതണം. ഇങ്ങനെ എഴുതൽ നിർബന്ധ ബാധ്യതയാണോ അതോ ഇത് റെക്കമെൻഡഡ് ആയ ഒരു കാര്യമാണോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ദഹബ ബഅ്ദുൻ നാസി
ഇല അന്ന കത്ബ ദുയൂനി വാജിബുൻ അല അർബാബിഹ. ചില ആളുകൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അത് നിർബന്ധമാണ്. ഫർലുൻ ബിഹാദി ഇല്ലായ, ഈ ആയത്ത് കാരണം അത് നിർബന്ധമാണ്. ബൈഅൻ കാനാവു കർലൻ, കച്ചവടമാണെങ്കിലും അത് സാധാരണ കർലാണെങ്കിലും കടമാണെങ്കിലും അത് എഴുതി വെക്കൽ നിർബന്ധമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നു, വഖാലൽ ജുംഹൂർ, എന്നാൽ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം അൽ അംറു ബിൽ കത്ബി നദ്ബുൻ ഇല ഹിഫ്ലിൽ അംവാലി വ ഇസാലത്തി റൈബി ബിൽ അദിൽ. ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇതൊരു റെക്കമെൻഡഡായ കാര്യമാണ്, ഐച്ഛികമായ കാര്യമാണ്, നദ്ബാണ്, വാജിബല്ല, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ദൈനിൻ്റെ പരിധിയിൽ സാധാരണ കടവും അതല്ലാത്ത സ്ഥലമും മറ്റു രീതിയിലുള്ള ഏത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനും പെടുന്നതുകൊണ്ട് എല്ലാം എഴുതി വെക്കണം എന്ന് ഈ ആയത്തിൻ്റെ വിവക്ഷയായിട്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടില്ല. സാധാരണ നമ്മൾ കൊടുക്കുന്ന കടമൊന്നും എഴുതി വെക്കൽ നിർബന്ധമില്ല, എഴുതി വെക്കാം, റെക്കമെൻഡേഷൻ മാത്രമാണ്. അങ്ങനെ എഴുതി വെക്കുമ്പോൾ അതിലൊന്നും കുറവ് വരുത്താൻ പാടില്ല, എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ എഴുതണം എന്നല്ലാഹു പറയുന്നു. ഫൈൻഖാനല്ലതി അലൈഹിൽ അക്കു സഫീഹൻ ഔ ലഈഫൻ ഔല യസ്തത്തി അൻ യുമില്ല ഹുവ ഫൽ യുംലിൽ വലിയുഹു ബിൽ അദിൽ. കടബാധ്യത ഉള്ള ആൾ സഫീഹാണെങ്കിൽ, വിഡ്ഢിയാണെങ്കിൽ, ഈ വാക്ക് ഈ സൂറയിൽ തന്നെ ഒന്നിലധികം തവണ വന്നതാണ്. സേഖൂലു സുഫഹാവ്, വിഡ്ഢികൾ പറയും എന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ വിശദീകരിച്ചു. ബുദ്ധിമോശമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഔ ലഈഫൻ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ മറ്റോ ആണെങ്കിൽ ഔല യസ്തത്തി അൻ യുമില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ, രോഗമോ മറ്റെന്ത് കാരണം കൊണ്ടോ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് ബാധ്യതയുള്ള ആളെങ്കിൽ, അവർക്ക് സ്വയം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഫല്യുംലിൽ വലിയുഹു ബിൽ അദിൽ, അവരുടെ രക്ഷാധികാരി അതിലോടുകൂടെ സത്യസന്ധതയോടുകൂടെ അത് പറഞ്ഞു കൊടുക്കട്ടെ. വസ്തഷീദു ഷഹീദൈനി മിർ റിജാലിക്കും, നിങ്ങളിൽ നിന്നുള്ള 2 പുരുഷന്മാർ അതിന് സാക്ഷി നിൽക്കട്ടെ. റിജാലിൻ്റെ പരിധിയിൽ പൊതുവെ സ്ത്രീകളും അടിമകളും കുട്ടികളും ഒന്നും പെടാത്തതുകൊണ്ട് അടിമകളുടെയും കുട്ടികളുടെയും ഒന്നും സാക്ഷ്യം ഇതിൽ പരിഗണനീയമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുടെ വിഷയത്തിൽ ഇവിടെ അള്ളാഹു ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഫൈലം യക്കൂന റജുലൈനി ഫറജുലും അമ്രഅത്താനി മിമ്മൻ തർലൗന മിന ഷുഹദായി അൻ തളില്ല എഹ്ദാവുമ ഫതുദക്കിറ എഹ്ദാവുമ ലുഖറ. 2 ആണുങ്ങളില്ലെങ്കിൽ ഒരാണും 2 സ്ത്രീകളും മിമ്മൻ തർലൗന മിന ഷുഹദായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീയും അവൈലബിൾ ആണെങ്കിൽ അവരെ സാക്ഷി നിർത്തുക. എന്തിനാണ് 2 സ്ത്രീകൾ? സ്ത്രീകൾക്ക് ബുദ്ധി കുറവോ അല്ലെങ്കിൽ ദീന് കുറവോ അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ ചില കാരണങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിടെ കാരണം വ്യക്തമായിട്ട് പറയുന്നു, അന്തലില്ല യഹ്ദാവുമ ഫതുദക്കിറ യഹ്ദാവുമൽ ലുഖറ. ഒരാൾക്ക് മറവി സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാൾ. കാരണം എല്ലാ കാലത്തും സ്ത്രീകൾ ഇത്തരം ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളല്ല. സമൂഹത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്ത്രീകളിൽ നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുണ്ടാകും. പക്ഷേ പൊതുവെ സമൂഹത്തെ നോക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാ കാലത്തും, ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അടക്കം പറയുന്നു, എല്ലാ കാലത്തും സ്ത്രീകൾ ഈ ഒരു രംഗത്തുനിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവിൽ സ്ത്രീകൾ ഇത്തരം കാര്യത്തിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ളവരല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത് എന്ന് വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നുണ്ട്. ധനസമ്പാദനത്തിന് സ്ത്രീകൾക്കും അവകാശമുണ്ടെങ്കിലും അവർക്ക് അനന്തരം കിട്ടുന്നുണ്ട്, മഹർ കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ധനം സമ്പാദിക്കാം, ബിസിനസ് ചെയ്യാം, അവർക്ക് സലമ് ചെയ്യാം, ഇത്തരം അവധി കച്ചവടം ചെയ്യാം. അങ്ങനെ അവർ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും, സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതിന് സാക്ഷികളെ നിർത്തേണ്ടത് 2 പുരുഷന്മാരെയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനെയും 2 സ്ത്രീയെയുമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റനേകം വിഷയങ്ങളിൽ സ്ത്രീകളുടെ സാക്ഷ്യം പുരുഷൻ്റേതുപോലെ തന്നെ തുല്യമായിട്ട് പരിഗണനീയമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ള പല വിഷയങ്ങളിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് മുൻഗണനയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ധനസമ്പാദനത്തിനുള്ള ബാധ്യത പുരുഷൻ്റെ മേൽ ഇസ്ലാം നിർബന്ധമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും പൊതുവെ എല്ലാ സമൂഹത്തിലും സ്ത്രീകൾ ഇത്തരം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ കൂടുതൽ ഇടപെടുന്ന ആളുകളല്ല എന്നുള്ളതുകൊണ്ടും ഒരു സ്ത്രീയുടെ കൂടെ സഹായത്തിനായിട്ട് മറ്റൊരു സ്ത്രീയും കൂടെ വേണം എന്നുള്ളതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. വലാ യഅ്ബ ശുഹദാഹു ഇദാ മാ ദുഉ, സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സാക്ഷികളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർ വിസമ്മതിക്കാൻ പാടില്ല. വലാ തസ്അമു അൻ യക്തുബു സ്വഗീറൻ ഔ കബീറൻ ഇല അജലിഹി, കടമിടപാട് രേഖപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മറക്കരുത്. സ്വഗീറൻ ഔ കബീറൻ ഇല അജലിഹി, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ അതിൻ്റെ പരിധി കാണിച്ചുകൊണ്ട് കടമിടപാട് രേഖപ്പെടുത്തി വെക്കണം. ദാലിക്കും മഖ്സത്തു ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ കൂടുതൽ നീതിയുക്തമായത് അതാണ്. വഖ്വമുൽ ഷഹാദ, സാക്ഷ്യത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നതും. വാദിന അല്ലാ തർത്താബു, നിങ്ങൾ സംശയത്തിൽ അകപ്പെടാതിരിക്കാനുമൊക്കെ ഇടപാട് എഴുതി വെക്കുക എന്നുള്ളതാണ്
വേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നു. ഇല്ലാൻ തക്കൂന തിജാറത്തൻ ഹാലിറത്തൻ തുദീറുനഹ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന സ്പോട്ടിൽ നടക്കുന്ന കച്ചവടത്തിന് എഴുതി വെക്കേണ്ടതില്ല. ഫലൈസ അലൈക്കും ജുനാഹും അല്ലാ തക്തുബു, അത് എഴുതി വെക്കാത്തതിൽ നിങ്ങൾക്ക് അപരാധമില്ല, അഥവാ നിങ്ങളത് എഴുതി വെക്കേണ്ടതില്ല. വഅഷീദു ഇദാ തബായഅത്തും, പരസ്പരം നിങ്ങൾ ഇടപാട് നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ അതിന് നിങ്ങൾ സാക്ഷികളെ വെക്കുക. വലാ യുലാറ കാത്തിബുൻ വലാ ഷഹീദുൻ, ഒരു സാക്ഷിയും ഒരു എഴുത്തുകാരനും ദ്രോഹിക്കപ്പെടാൻ പാടില്ല. സാക്ഷ്യം നിന്ന ആൾ പിന്നീട് സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് കോടതിയിലോ മറ്റോ ഹാജരാകേണ്ടതുണ്ടെങ്കിൽ അവരെ ദീർഘദൂരം യാത്ര ചെയ്യിപ്പിക്കരുത്. യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്കതിനുള്ള കൂലി നൽകണം. ഇതൊക്കെ ഇങ്ങനെ തുടങ്ങി സാക്ഷികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യം ഈ ആയത്തിൻ്റെ പരിധിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു എഴുതുന്ന ആളും ഒരു ഷഹീദിനും ദ്രോഹമുണ്ടാകാൻ പാടില്ല. വൈൻ തഫഅലു ഫഇന്നഹു ഫുസൂഖും ബിക്കും, നിങ്ങളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ധിക്കാരമാണ്. വത്തഖുല്ലാ വയുഅല്ലിമുക്കുമുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകുക, നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുന്നവനാണ്. ഇനി നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ആളില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അള്ളാഹു പറയുന്നു വൈൻ കുന്തും അലാ സഫറിൻ വലം തജിദു കാത്തിബൻ, നിങ്ങൾ യാത്രയിലാണ്, എഴുത്തുകാരനെ കിട്ടിയില്ല, ഫരിഹാനും മഖബൂല. അപ്പോൾ റഹിൻ, നേരത്തെ പറഞ്ഞ പണയം, അവിടെ നിങ്ങൾക്ക് പണയം വെക്കാം, ഉറപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നൽകാം. ഫൈൻ അമീന ബഅലുക്കും ബഅലൻ ഫൽ യുദ്ദില്ലദീ യുത്തുമിൻ അമാനത്ത, ഇനി നിങ്ങൾ പരസ്പരം അമാനത്തായിട്ട് എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ നല്ല രീതിയിൽ തിരിച്ചു നൽകണം. വൽ യത്തഖില്ലാഹ റബ്ബഹു, അവനവൻ്റെ റബ്ബിന് തഖ്വയുള്ളവനാകട്ടെ. വലാ തക്തുമു ഷഹാദ, സാക്ഷ്യത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. വമൻ യക്തുംഹ, സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നവൻ ഫൈന്നഹു ആസിമുൻ ഖൽബുഹു, അവൻ്റെ ഹൃദയം ചെയ്യുന്നത് വലിയ തിന്മയാണ്, വലിയ അവകാശ ലംഘനമാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നവനാണ്. ഇവിടെ ഫൈൻ അമിന ബഅലുക്കും ബഅലൻ എന്ന് പറഞ്ഞതിൽ, നിങ്ങൾ പരസ്പരം ഏൽപ്പിക്കുന്ന അമാനത്തുകൾ എന്ന് പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യവും ഉൾപ്പെടും. കടം ഉൾപ്പെടും, അതുപോലെ പണയത്തിന് നൽകുന്ന വസ്തു ഉൾപ്പെടും. ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും, പരസ്പരം നൽകുന്ന അമാനത്തുകൾ, അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ നിറവേറ്റണം. സൂറ നിസായിൽ അല്ലാഹു പറയുന്നത് കാണാം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിയ, അമാനത്തുകളൊക്കെ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് നിശ്ചയമായിട്ടും കൽപ്പിച്ചിരിക്കുന്നു. വൈദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദിൽ, ജനങ്ങൾക്കിടയിൽ വിധിക്കുമ്പോൾ നീതിയോടുകൂടെ വിധിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അമാനത്തുകളൊക്കെ ഏൽപ്പിക്കണം. അത് കടമാണെങ്കിലും പണയമായിട്ട് നൽകിയതാണെങ്കിലും, ഇനി സലമ് പോലെയുള്ള അവധി കച്ചവടം പോലെയുള്ള കാര്യങ്ങളിൽ അഡ്വാൻസ് ആയിട്ട് നൽകുന്നതാണെങ്കിലും, ഇങ്ങനെ തുടങ്ങി എല്ലാ അമാനത്തുകളും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത്. അങ്ങനെ മറച്ചു വെക്കുന്നവർ ഹൃദയം കൊണ്ട് വലിയ പാപമാണ് ചെയ്യുന്നത്. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാണ്. ലില്ലാഹി മാഫിസ് സമാവാതി മാഫിൽ അർള്, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. വൈൻ തുബ്ദു മാഫി അംഫുസിക്കും ഔ തുഖ്ഫു യുഹാസിബുക്കും ബിഹില്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഒളിപ്പിച്ചു വെച്ചാലും എന്ത് വെളിവാക്കിയാലും അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ഹിസാബ് ചെയ്യും. അള്ളാഹു അതിനെയൊക്കെ പരിശോധിക്കും, കണക്ക് നോക്കും. ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെ മേലെയും ഖദറുള്ളവനാണ്, കഴിവുള്ളവനാണ്. ഇനി സൂറ അൽ ബഖറയിൽ അവസാന ഭാഗമാണ് ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.